എങ്ങനെ വേറൊരാളുടെ ഭാര്യയെ പിടിക്കാം അല്ലെങ്കിൽ ഭർത്താവിനെ പിടിക്കാം എന്നും വിചാരിച്ചാണ് ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പിടിക്കാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഒന്നി സൂയിസൈഡ് ചെയ്യേണ്ട വരും, ഇല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊല്ലും, ബന്ധങ്ങൾ അറ്റുപോവും, നാണം കെട്ട് നിൽക്കേണ്ടവരും, സമൂഹത്തിൽ ഒറ്റപ്പെടും. ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊന്നും വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആരെയെ പിടിച്ചാലും അടുത്ത എൻ്റെ ഭാര്യയെ പിടിക്കരുത്, ഭർത്താവിനെയും പിടിക്കരുത്. അങ്ങനെ കൊണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒന്നി മനസ്സറിയാതെ ചാവേണ്ട വരും. നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടായിരുന്നോ ഈ ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഒരു പെണ്ണിനെ കണ്ടായിരുന്നു. ഞാൻ ആ പെണ്ണെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം അവളുടെ കണ്ണിങ്ങനെ മിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ടക്കണ്ണുള്ളവരെ. ഞാൻ ഇങ്ങനെ നോക്കും. ഉണ്ടക്കണ്ണ കൊള്ളുന്ന ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അവരെ കുറിച്ച്. അവരുടെ ബ്ലോഗെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പട്ടിയും പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പൂച്ചകളെയൊക്കെ ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പം ഇതെന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അവരുടെ കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. വളരെ ചെറുപ്പത്തെ അദ്ദേഹം ഒരു എന്തോ പറയുന്നത്, ഒരു സാറായിരുന്നു, PSC സാറായിരുന്നു പറയുന്നു. അപ്പം നല്ല വിദ്യാഭ്യാസം നല്ല ഉള്ള ഒരാളായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു ഈ പെണ്ണ്, അമേയ എന്നാണെന്ന് തോന്നുന്നു, അൽമ പേരൊന്നും ഞാനങ്ങനെ പറയാറില്ല, എന്നാലും അങ്ങ് പറയുകയാണ്. അപ്പം അവർ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഭയങ്കര സ്നേഹമാണ്, ഭാര്യയോട് ഭയങ്കര സ്നേഹവും. ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയ്ക്കും സ്നേഹത്തോട് ജീവിച്ച് പോകുന്ന രണ്ട് വ്യക്തികളായിരുന്നു. അപ്പം അവരിങ്ങനെ എന്താ പറയണ്ടേ, അവരുടെ വേറെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്നാലും പറയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാം. അപ്പോൾ അവരിങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരും, എന്നെ കൊതുക് കടിക്കുന്നു, സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരായിരുന്നു. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് വർഷങ്ങളായി, ഇവർക്ക് കുട്ടികളില്ല. അപ്പം ഈ കുട്ടിക്കാണെങ്കിൽ എന്താ പറയുന്നത്, പൂച്ചകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ നല്ല ഒറ്റയ്ക്കാണ് ഒരു വീട്ടിലൊക്കെ താമസിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ വേറെയാണ്. രണ്ട് വീട്ടുകാർക്കും നല്ല ബന്ധുബലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് കല്യാണം കഴിച്ചു കൊടുത്ത ഒരു കല്യാണമൊക്കെ ആയിരുന്നു. അങ്ങനെ പോയി വർഷങ്ങളായി, 9 വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയില്ലെങ്കിലും അവരിങ്ങനെ നല്ല ബ്ലോഗൊക്കെ ചെയ്ത് പൂച്ചകളെയും ചെടികളെയും യാത്രകളെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു അവരിങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം അതിക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ഈ PSC സാറങ്ങ് കൊല്ലുക. അപ്പം കൊന്നതിന് ശേഷമാണ് പലതും, ഇങ്ങനെ കൊലകളും ഒക്കെ നടന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന്. പല സോഷ്യൽ മീഡിയാസിലും ഭയങ്കര പ്രേമം കാണിക്കുകയും കെട്ടിപ്പിടിക്കുകയും കുത്തിമറിയുകയും, കഴിഞ്ഞ ദിവസം കൊണ്ട് 10 കിലോ കൂടുതലൊക്കെ കൂടിപ്പോയെന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ കൊന്നു. അതിന് മുന്നാണെങ്കിൽ വേറെ എന്തുവാ മെസ്സേജ് ടുട്ടു അമേദി മെസ്സേജ് ഒത്തിരി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ എടുത്തിട്ട് അങ്ങ് അടിച്ച് മണ്ടയൊക്കെ ഉടച്ചു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയാസിൽ വന്നിരുന്ന് ഇങ്ങനെ കെട്ടിമറിയുന്നതും ഭർത്താവിനെ ചുംബിക്കുന്നതും ഭർത്താവിനെ ഘോരം ഇങ്ങനെ എന്തോ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ. അതുപോലെ തിരിച്ച് ഭാര്യയും ആരും വിശ്വസിക്കരുത്. അതൊക്കെ ചുമ്മാ റീച്ചിന് വേണ്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് 10 കാശ് കിട്ടും. അപ്പം കുറച്ച് ആക്ട് ചെയ്തിട്ടായാലും നമുക്കൊന്ന് അങ്ങ് ആക്ട് ചെയ്യാം, എന്നിട്ട് ഇത് കഴിഞ്ഞ ഉടനെ നമുക്കങ്ങ് അടി വെക്കാം എന്നായിരിക്കും രണ്ടുപേരും കൂടെ, അതായിരിക്കും ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇതുപോലെ സ്നേഹം. പക്ഷേ ഇതൊക്കെ കാണുമ്പം ഈ സ്നേഹമില്ലാത്തവർ കൂടെ ചിലർക്കൊക്കെ നല്ലതിനും അതുണ്ട് കേട്ടോ. ചില ആൾക്കാർ നമുക്കും അങ്ങനെ ചെയ്താൽ എന്താണെന്ന് വിചാരിച്ച് സ്നേഹിക്കാതെ പിന്നെ കുപ്പമാതിരി ഉള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തുള്ള അത് ഈ ബ്ലോഗർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്തോ പറയുന്ന ഒരു എനർജി കൊടുക്കുന്ന ആൾക്കാരും കൂടെ ആണ്. പല പല ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് എനർജി തരും, പലതും പഠിക്കാനുണ്ട് അവരുടെ അടുത്തുനിന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അവരുടെ കാര്യമല്ലേ, അവരുടെ കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യത്തിൽ തന്നെ നിൽക്കണം. വേറെ കാര്യത്തിൽ പോകുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രേമിച്ചു കല്യാണം കഴിക്കുകയും 9 വർഷങ്ങളായിട്ട് കുട്ടികളൊന്നുമില്ല. അപ്പം അതിനുശേഷം ഈ കുട്ടികൾ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കുട്ടികളില്ലാത്തതല്ല.
സൗണ്ട് വെക്കരുത്. നോ സൗണ്ട്. അപ്പം അങ്ങനെ കുട്ടികളില്ലാത്തതല്ല. ഈ ഹസ്ബൻഡിന് വളരെ എന്താ പറയുന്നത്, കല്യാണത്തിന് മുന്നേ തന്നെ ഏതോ ഒരു കുഴപ്പം, എന്തോരം കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിൽ കാണുന്ന കുഴപ്പങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് മനസ്സിലാവും, അച്ഛനും മനസ്സിലാവും, അടുത്ത ബന്ധുക്കൾക്ക് ഇതെല്ലാം മനസ്സിലാവും. അപ്പം ചെറുത് തൊട്ടേ കണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നു. അങ്ങനെ 9 വർഷങ്ങളായി. അതിനുശേഷം ഒരു കാലഘട്ടം വരെ മാത്രമാണ് ഈ സ്ത്രീകൾ ഈ പ്രേമം, സ്നേഹം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്നേഹം, പ്രേമം ഇതൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ കാര്യത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്നേഹമൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും, അതിലേക്ക് ലയിച്ചു പോകും. അപ്പം അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവരിങ്ങനെ എന്താ പറയണ്ടേ, ഇവരിങ്ങനെ വഴക്കായി, പ്രശ്നങ്ങളായി. പക്ഷേ ഈ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ഒരു പെണ്ണിനോട് ഭയങ്കര സ്നേഹമായിരുന്നാണ് എല്ലാവരും പറഞ്ഞ കുടുംബക്കാരും, പെണ്ണിൻ്റെ കുടുംബക്കാരും. കാരണം പെണ്ണിൻ്റെ കുടുംബക്കാർക്ക് പോലും ഈ മരുമകനോട് ഭയങ്കര അത്രയ്ക്കും നല്ലവനാണെന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും നല്ലവനായിരിക്കും, എന്നാലേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ പോലും അടിക്കുകയും അങ്ങ് ഒരടിമയെ പോലെ, അവൾക്കൊരടിമയെ പോലെ, എനിക്കൊരു കുറവുണ്ട്, പക്ഷേ ഞാൻ ആ കുറവിനെ അംഗീകരിച്ച് നിനക്കടിമയായിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് അങ്ങനെ തന്നെ ആ മനുഷ്യൻ ജീവിച്ചു പോകുന്നു ഒരുപാട് വർഷങ്ങൾ. അപ്പം എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ അനുഭവിച്ചതിൻ്റെ ആ ഒരു അത്രയ്ക്കും സ്നേഹത്തിൻ്റെയും, ഞാൻ അടിമയായിട്ടിരുന്നു, ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചു, എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലോ എന്നുള്ള ഒരു വേദനയിലായിരിക്കും അത്ര ക്രൂരമായിട്ട് വിരളൊക്കെ വെട്ടിക്കളയണമെങ്കിൽ അത്ര ക്രൂരതയുള്ള, കാരണം എന്നെ കൊല്ലല്ലേന്ന് കാല് പിടിച്ചു കാണും. പക്ഷെ എന്നിട്ടും കൊന്നു കാണും. കൊന്നു. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങനെ പിരിയണമെന്ന്, ഡൈവേഴ്സ് ചെയ്യണോ, അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞു. പക്ഷേ ഇയാൾ ഒരുപാട് കാല് പിടിച്ച് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് ഒരുപാട് കാല് പിടിച്ച്. കാരണം ഒന്നീ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നിലയ്ക്കും വിലയ്ക്കും ആയിരിക്കാം, അതല്ലെങ്കിൽ ഒറ്റപ്പെടും. എനിക്കിവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണിനോട്, അങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ട്, ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ ജീവൻ പോയ പോലാണ്, അവർ പിന്നെ ജീവിക്കത്തേയില്ല. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കണം. പക്ഷെ വേറൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കൊന്നും ഇവൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവൾ പോവുകയാണെങ്കിൽ പോകട്ടെ, അവളെ ഞാൻ അങ്ങ് വിട്ടേക്കാം, അവൾ പോട്ടെ, അവൾ ഒരു ജീവിക്കട്ടെ, എന്നെക്കൊണ്ട് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കണം. ആ മനസ്സവിടെ ഇല്ല. കാരണം ഇവൾ എൻ്റെ കൂടെ അങ്ങ് നരകിച്ചോട്ടെ, അവളുടെ ആഗ്രഹങ്ങളും അവളുടെ സന്തോഷങ്ങളും എല്ലാം എൻ്റെ, അപ്പം അവൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചോട്ടെ എന്നായിരിക്കും. ഒരു സ്ത്രീയായാൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടികളുണ്ടാവണം, അല്ലെങ്കിൽ കുട്ടികളെ കൊഞ്ചിക്കണം, പ്രസവിക്കണം എന്നുള്ള ആ ഒരു കഴിവുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്തയൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ ഈ 9 വർഷങ്ങളായി അവർക്ക് ദത്തെടുത്തൊരു കുഞ്ഞിനെ കളിപ്പിക്കാനെങ്കിലും കൊടുക്കണമായിരുന്നു രണ്ടുപേരോട്. കാരണം അത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ വിട്ടുപോകാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് ജീവിച്ചു പോയിരുന്നു. പക്ഷെ അതില്ലാതെ ഇത്ര ക്രൂരമായിട്ട് വിട്ടുകൊടുക്കാതെ നീ ഒന്നും പോകണ്ട, ചതി എന്ന്. കാരണം ഈ പെൺകുട്ടി, നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ, ഈ പെൺകുട്ടി വീട്ടിൽ വരുന്ന പൂച്ചകൾക്ക് ഫുഡും കൊണ്ടുവരുന്ന, പൂച്ചയുടെ കാര്യങ്ങൾ കെയറിങ് ഒക്കെ നോക്കുന്ന ഒത്തിരി ബോയ്മാർ കാണത്തില്ലേ, ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അയാളോട് കണക്ഷൻ വെക്കുകയും അയാളോട് ശാരീരിക കണക്ഷൻസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് കാരണമാണ് ആ സ്ത്രീയെ ഈ സാറ് കൊന്നെന്ന് പറയുന്നു. അപ്പം ഈ സാറ് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് നേടി എന്നായിക്കഴിഞ്ഞാൽ സാർ അതങ്ങ് വിട്ടുകൊടുക്കണം. ഇല്ലാതെ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന്, നീ ഒരു സുഖവും അനുഭവിക്കണ്ട എന്ന് പറയുന്നത് ക്രൂരതയാണ്. ഒരു ന്യായീകരണവും അതിനില്ല. ഇത് സാറല്ലത്. സാറ് പല ആൾക്കാരും അവൾ ചെയ്ത് തെറ്റല്ലേ എന്ന് പറയുന്നത് കണ്ടു. എന്തോന്ന് തെറ്റ്? കാരണം ഒരു മനുഷ്യന് ശാരീരിക പൂർത്തീകരണമോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കോ കറക്റ്റായി കൊണ്ടുപോകാൻ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഈ സ്നേഹവും കെട്ടിപ്പിടിച്ച്, നമ്മുടെ ആഗ്രഹവും കെട്ടിപ്പിടിച്ച് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാൾ വിട്ടുകൊടുക്കണം. ഇല്ല ഞാൻ പോകുന്നില്ല, എനിക്ക് ഇത് മതി, എനിക്ക് നിങ്ങളോട് ജീവിച്ചാൽ മതി, ഈ ജീവിതം കുഞ്ഞുങ്ങളില്ലെങ്കിലും എനിക്കൊന്നും തന്നില്ലെങ്കിലും എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ മതി എന്ന് പെണ്ണ് പറഞ്ഞാൽ ഓക്കെ. അതില്ലാതെ ഇയാളെ വിട്ട് വേറൊരാളോട് കൂടെ കിടക്ക പങ്കിടാൻ പോകുന്ന ഒരു സ്ത്രീയെ എന്തിനു വേണ്ടി പിടിച്ചു വെക്കണം, അവളുടെ കാല് വീഴണം, അവൾ അകന്നു പോകുമ്പോൾ ഡൈവേഴ്സ് കൊടുക്കാതിരിക്കണം.
അപ്പോൾ വേറെ ഒരാളോട് നീ പോയി കിടന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്ന ആ ഒരു മനോഭാവം വളരെ ക്രൂരമല്ലേ? വളരെ ക്രൂരതയാണ്. ഇപ്പം നമുക്കൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു വർഷത്തേക്കുള്ള കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. കാരണം ഈ 9 വർഷ കാലഘട്ടവും ഇതൊന്നും അറിയിക്കാതെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും എല്ലാം ഒരുപാട് നമ്മുടെയൊക്കെ മുന്നിൽ കൂടെ മിന്നി മറിഞ്ഞു പോയ ഒരാളാണ് ഈ വ്യക്തി. അപ്പം ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് ചിരിച്ചല്ലോ ഇത്ര നാളും. അപ്പം അത് നല്ല രീതിയിൽ ചിരിപ്പിച്ചു കൊടുക്കാൻ നല്ലൊരു പാർട്ണർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ? ഒന്നുമല്ല. എനിക്കത് കണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ കാരണം ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ നിറച്ച് വെച്ചിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ജയിലിൽ നിന്ന് വെളിയിൽ വരും, വന്നിട്ട് സുഖമായിട്ട് ജീവിക്കും. ആ കുട്ടി, അവരുടെ കുടുംബം, അതിന് ജീവിക്കാനുള്ള ഒരാഗ്രഹം, അത് ഇയാൾക്കൊന്നിനും കൊള്ളത്തില്ല, ഇയാൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റത്തില്ല, ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി ഒരു നല്ല അതിസുന്ദരിയായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ് ലാസ്റ്റ് അതിനെ കൊന്നും കളഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനാണോ? ആലോചിച്ച് നോക്കിയോ? മനുഷ്യനാണോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? വിട്ടുകൊടുക്കാൻ മനസ്സില്ലെങ്കിൽ എന്തോന്ന് ജീവിതം? അപ്പം തൊട്ട് ഞാനിത് തന്നെ അങ്ങ് സങ്കല്പിച്ച്, ഞാൻ ഈ വീടും ഇവരുടെ ആൾക്കാർ ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ കണ്ടാൽ എന്തെല്ലാം സങ്കല്പിച്ച് ഇവർ പറയുന്നത് എടുക്കുന്നതല്ല, എന്തെല്ലാം കൊടുത്താലും നമുക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ തന്നില്ലെങ്കിൽ ഒന്നുമല്ല ലൈഫ്. അതാണ് ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് ഇത്രയൊക്കെ മതി. അപ്പം ആരെങ്കിലും 10 പേര് കാണുവാണെങ്കിൽ ഞാനിപ്പം ഞാൻ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളാണ് അധികം പറയാറുള്ളത്. അപ്പം നിങ്ങൾ ഇത് കാണുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ അവരുടെ പാർട്ട്ണറിന് വിട്ടേക്കണം. അത് ആണായാലും പെണ്ണായാലും. പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ അതിൻ്റെതായ രീതികളൊന്നും ശരിയായിക്കൊള്ളുന്നതിൽ എൻ്റെ ഹസ്ബൻഡ് പോകുന്നത് പൊയ്ക്കോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തല്ലേ, നമ്മളില്ല, നമ്മളെ വേണ്ട എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴായിരിക്കും വേറൊരാളൂടെ പോകുന്നത്. എന്തിനാണ് കൊല്ലുന്നത്? വിട്ടാരെ? ഇപ്പോൾ അയാൾ ജയിലിൽ പോയി കിടക്കുന്നു, ഈ പെണ്ണെ അങ്ങനെ വിട്ടിരുന്ന ആ പെണ്ണ് അയാളോട് അങ്ങ് പോയാനെ, ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അപ്പം വേറെ ഒരാളുടെ കൂടെ ആകുമ്പോൾ ആ പെണ്ണിനായിരിക്കത്തില്ല എല്ലാ തെറ്റുകളും വരുന്നത്, മോശമായിട്ടുള്ള ക്യാരക്ടറെന്ന്. ഇദ്ദേഹം നല്ല ആളെന്നുള്ള പേരും വന്നാലും നല്ല രീതിയിൽ ജീവിക്കാൻ കുടുംബത്തിന് മാനക്കേടും ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. ജീവിതം മുഴുവനും ഒരു ജയിലിക്കുള്ള പോയി കിടന്നിട്ട് എന്ത് സാധിക്കാനും? വെളിയിൽ വന്നാലും നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുമോ? ചിന്തിക്കണം. PSC സാറായിട്ട് എന്ത് പ്രയോജനം? ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? വിദ്യാഭ്യാസം അല്ല ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ട. പല ആൾക്കാരും പറയുന്നു എന്തോ ഇല്ലെങ്കിലും വിദ്യാഭ്യാസം വേണം. ഓരോ കാര്യം നല്ല പ്രവൃത്തികൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഈ വിദ്യാഭ്യാസം. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ സാറിന് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ലോകത്തെക്കുറിച്ച് അറിയാവുന്നത് കാരണമാണ് ഒരു PSC സാറായിട്ടിരിക്കുന്നത്. അപ്പം സാറ് ജീവിതത്തിൽ തോറ്റുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇത്ര നാളും പഠിച്ചതല്ല വേസ്റ്റാണെന്നർത്ഥം. ഇപ്പോൾ വിചാരിക്കും ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഓടിപ്പോകാനായിട്ട് പ്ലാനിട്ടോ വേറൊരുത്തൂടെ കിടന്നവളെ ന്യായീകരിച്ച് സംസാരിക്കും. അങ്ങനല്ല. കല്യാണം കഴിച്ച് 2 കുട്ടികളെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ ചേരുന്നത്. അതിനെ ന്യായീകരിക്കത്തില്ല. കാരണം അതിന് ആഗ്രഹങ്ങളും ആശകളും ഉണ്ട്. ഞാൻ പോട്ടെ എന്ന് ഒരുപാട് ടൈം പറഞ്ഞു നോക്കിയിട്ടും വിടാതെ വെച്ച് കൊന്നുകളയുന്ന ഒരു മനുഷ്യനാണ് ഇവിടുത്തെ മോശமான വ്യക്തി. ഇന്ന് ഇത്രയേ ഉള്ളൂ. Thank you.